Hi friends, NMMSന്റെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്ത വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഞാനിന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വീഡിയോ കേരള ബോർഡിലെ 7ാം ക്ലാസ് ചാപ്റ്റർ 10 അവർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന NMMSന് വേണ്ടിയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, ഭരണഘടന എന്തെന്ന് വെച്ചാൽ എന്നാണ് വന്നത്, ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജനുവരി 1950. അഥവാ ഔദ്യോഗികമായി ഭരണഘടന നിലവിൽ വന്നത് 26 ജനുവരി 1950 ഓരോ വർഷവും നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യൽ ജനുവരി 26 ആണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്നതാണ്. ജനുവരി 26 തീയതിയാണ് നമ്മുടെ റിപ്പബ്ലിക് ഡേ. ഭരണഘടനയിലെ കണ്ടന്റ് എന്താണെന്ന് നോക്കാം. പ്രിയാമ്പിൾ 395 ആർട്ടിക്കിൾസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത്. പക്ഷേ ഇപ്പോൾ കറണ്ട് ജനുവരി 2020 വരെ 448 ആർട്ടിക്കിൾസ് ഉണ്ട്. 12 ഷെഡ്യൂൾസ്, 22 പാർട്സ്. ജനുവരി 2020 വരെ 25 പാർട്സ് ആയിട്ടുണ്ട്. എന്താണ് ഈ ഭരണഘടന? ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ബേസിക് ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി. ഇതാണ് ഒരു ഭരണഘടന. അഥവാ ഒരു രാജ്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള തത്വങ്ങളും ഐഡിയകളും അതേപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റാണ് അവിടുത്തെ ഭരണഘടന. ആ രാജ്യത്തെ ദ ലോസ് ഓഫ് ഗവേണിംഗ് എ കൺട്രി ഒറിജിനേറ്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. അഥവാ ഒരു രാജ്യത്തെ നിയമങ്ങളൊക്കെ ഉൾത്തിരിഞ്ഞു വരൽ ആ ഭരണഘടനയിൽ നിന്നാണ്. ഒരു രാജ്യത്തെ നിയമങ്ങളെല്ലാം ഉൾത്തിരിഞ്ഞു വരൽ ആ രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം, ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന അത് തുടങ്ങിയത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു അസംബ്ലിയുടെ ഫോർമേഷൻ മുഖേനയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമിംഗ് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനായി തെരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഹു വാസ് ദ ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ഓഫ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആൻസർ. ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 9th ഡിസംബർ 1946 പിന്നെ രാജേന്ദ്ര പ്രസാദിനെ ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റർ ആയിട്ട് രണ്ടാമത്തെ ചെയർമാൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ രണ്ടാമത്തെ ചെയർമാനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിനെ ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തു. ആദ്യത്തെ ചെയർമാനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഡോക്ടർ ബി ആർ അംബേദ്കർ വാസ് ദി ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി, എഴുതി തയ്യാറാക്കുന്ന ഒരു കമ്മിറ്റിയിലെ വ്യക്തിയായിരുന്നു ആര്? ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാണ് ആൻസർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ചെയർമാനായിരുന്നു. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി അദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരാണ് ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്യുന്നത് 26 നവംബർ 1949 ഓക്കെ അല്ലേ? അഥവാ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഒഫീഷ്യലി കെയിം ചെയ്തത് 26 ജനുവരി 1950 പക്ഷേ അതിന് മുമ്പ് തന്നെ അപ്രൂവ് ചെയ്തത് 26 നവംബർ 1949 അതിൻ്റെ ആ കാരണം എന്താണെന്ന് വെച്ചാൽ ജനുവരി 26 ആക്കാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ടെക്സ്റ്റുകൾ പറയുന്നില്ല, ഒരു പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷനെ കൊമമറേറ്റ് ചെയ്യാനാണ്, ഓർമ്മിച്ചെടുക്കാൻ വേണ്ടിയാണ് ജനുവരി 26 ആക്കിയത്. ഓക്കെ, അപ്പോൾ 26 നവംബറിനാണ് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അഥവാ സംഭവം നിലവിൽ വന്നിട്ടുണ്ട്, ഭരണഘടന നിലവിൽ വന്നിട്ടുണ്ട് 1949 26 നവംബറിൽ. പക്ഷേ ഔദ്യോഗികമായി അഥവാ നമ്മളൊരു കമ്മിറ്റിയൊക്കെ കൂടി തീരുമാനിച്ച് ലാസ്റ്റ് പബ്ലിഷ് ചെയ്തത് എന്നാണ് 26 ജനുവരി 1950 ഓക്കെ, അപ്പോൾ ഈ ഡേ അഥവാ 26 നവംബറിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന് പറയുന്നത്, അഥവാ ഭരണഘടനാ ദിനം എന്ന് പറയുന്നത് 26 നവംബറിനെയാണ് ഭരണഘടനാ ദിനം എന്ന് പറയാം. ഈ ഭരണഘടന ഉണ്ടാക്കാൻ എത്ര കാലാവധി ഉണ്ടായിരുന്നു? 2 വർഷവും 11 മാസവും 17 ദിവസം എടുത്തിട്ടുണ്ട്. 2 years 11 months and 17 days. അപ്പോൾ ഈ ഭരണഘടന ഉണ്ടാക്കിയെടുക്കാൻ 2 വർഷവും അതേപോലെ തന്നെ 11 മാസവും 17 ദിവസവും എടുത്തിട്ടുണ്ട്.
ഇനി ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് പ്രിയാമ്പിൾ, ആമുഖം എന്ന് പറയുന്നത്. ആമുഖം നമുക്ക് എന്താണെന്ന് നോക്കാം. ദ പ്രിയാമ്പിൾ റിഫ്ലക്ട്സ് ദ ബേസിക് ഐഡിയൽസ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയുടെ വാല്യൂസും മൂല്യങ്ങളും ഐഡിയൽസും പ്രത്യയശാസ്ത്രങ്ങളും എല്ലാം വിവരിക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, ആമുഖം, ഭരണഘടനയുടെ ആമുഖം. അതിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എസൻസ് ആൻഡ് കീ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അഥവാ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എസൻസും അതിൻ്റെ കീയൊക്കെ ആയിട്ടുള്ള കീ ഫീച്ചറൊക്കെ ആയിട്ടാണ്. അഥവാ ആ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എന്തൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് ഐഡിയൽസും കാര്യങ്ങളൊക്കെ വിവരിക്കുന്ന ഒരു എസൻസും കീ ആയിട്ടാണ് നമ്മൾ പ്രിയാമ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ജവഹർലാൽ നെഹ്റു ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ പ്രിപ്പയർഡ് ദ പ്രിയാമ്പിൾ ഇൻ പോയറ്റിക് സ്റ്റൈൽ. അഥവാ പ്രിയാമ്പിൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഒരു പോയറ്റിക് സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആരാണ്? അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് പ്രിയാമ്പിളിനെ ഒരു പോയറ്റിക് സ്റ്റൈലിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി പ്രിയാമ്പിളിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. സോവറിനിറ്റി, പരമാധികാരം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, ദ കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻ ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മാറ്റേഴ്സ്. അഥവാ എക്സ്റ്റേണലും ഇന്റേണലുമായിട്ടുള്ള കാര്യങ്ങളിൽ, അഥവാ വൈദേശികവും ആന്തരികവുമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ മാറ്റേഴ്സിലും ഒരു ഡിസിഷൻ ഇന്ത്യക്ക് തന്നെ എടുക്കാനുള്ള കഴിവുണ്ട്. വേറൊരാളുടെ ഇൻഫ്ലുവൻസോ വേറൊരാളുടെ സ്വാധീനമോ ഒന്നും വേണ്ട ഇന്ത്യക്ക്. അതിനൊരു പവർ ഇന്ത്യക്ക് തന്നെ ഉണ്ട്. അതാണ് സോവറിനിറ്റി എന്ന് പറയുന്നത്, പരമാധികാരം. അതേപോലെ തന്നെയാണ് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോഷ്യൽ ജസ്റ്റിസ് അഥവാ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. എങ്ങനെയൊക്കെയാണ് സാമൂഹിക നീതി ഉറപ്പാക്കുന്നത്? മിനിമൈസിങ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനോക്വാലിറ്റീസ്. അഥവാ സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്തതിലൂടെയാണ് സാമൂഹിക നീതി ഉറപ്പാക്കുന്നത്. ഓക്കെ, ഇനി ഡെമോക്രസി. ഡെമോക്രസി എന്താണ്? ദ ഗവൺമെൻറ് ഈസ് റൺ ബൈ ദ റെപ്രസെൻറ്റേറ്റീവ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. അഥവാ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ഓരോ പ്രതിനിധികൾ മുഖേനയാണ് നമ്മുടെ ഗവൺമെൻറ് അഥവാ നമ്മുടെ സർക്കാർ റൺ ചെയ്യുന്നത്, നമുക്ക് വേണ്ടി ഫങ്ഷൻ ചെയ്യുന്നത്. അതാണ് ഡെമോക്രസി. അഥവാ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഉണ്ടാവുക. അതൊരു പ്രത്യേകതയാണ് ആമുഖത്തിൻ്റെ, ഡെമോക്രസി. അതേപോലെ തന്നെയാണ് റിപ്പബ്ലിക്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഡിസൈഡ് ത്രൂ ഇലക്ഷൻ. എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് റിപ്പബ്ലിക് എന്ന് ഉദ്ദേശിക്കുന്നത്? അഥവാ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ഈസ് ഇലക്റ്റഡ് ത്രൂ ഇലക്ഷൻ, അഥവാ ഡിസൈഡഡ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ഷൻ മുഖേനയാണ്. നെക്സ്റ്റ് ആണ് സെക്യുലാരിസം. സെക്യുലാരിസം എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷത, അഥവാ ദ സിറ്റിസൺസ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ റിലീജിയൻ ഓഫ് ദർ പ്രിഫറൻസ്. അവർക്കുള്ള പ്രിഫറൻസ് കൊണ്ട് അവർക്ക് ഏത് മതവും പ്രചരിപ്പിക്കാനും അവർക്ക് വഹിക്കാനുമുള്ള അവകാശമുണ്ട് ഒരു നമ്മുടെ രാജ്യത്ത്. അതാണ് സെക്യുലാരിസം എന്ന് പറയുന്നത്. സെക്യുലാരിസം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞതാണ്. അഥവാ നമ്മുടെ കൺട്രിക്ക് ഒരു ഫേവറായിട്ടുള്ള ഒരു റിലീജിയൻ ഇല്ല. നമ്മുടെ കൺട്രിക്ക് ഇന്ന മതം വേണമെന്ന് എവിടെയും പറയുന്നില്ല. അഥവാ ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. നമ്മുടെ സ്റ്റേറ്റിന് ഔദ്യോഗിക മതമില്ല. ഓക്കെ, ഇനി അടുത്ത ഫീച്ചർക്ക് പോകാം. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകതയാണ് പാർലമെന്ററി സിസ്റ്റം. ദ പാർലമെന്ററി സിസ്റ്റം ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഫോംഡ് ബൈ ദ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. അഥവാ പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് ഗവൺമെന്റ് ആണ്. ഒരു ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് മുഖേന, അഥവാ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫോം ഓഫ് ഗവൺമെന്റിനെയാണ് പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ദ ഇലക്റ്റഡ് മെമ്പർ ഫങ്ഷൻ ആസ് എ കൗൺസിൽ ഓഫ് പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്. അഥവാ ഈ നമ്മൾ ഇലക്ട് ചെയ്തപ്പെട്ട അഥവാ നമ്മൾ തിരഞ്ഞെടുത്ത മെമ്പേഴ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യാന്ന് വെച്ചാൽ ജനങ്ങളുടെ ഒരു പ്രതിനിധികളായിട്ടുള്ള ഒരു കൗൺസിലായിട്ടാണ് ഇവരെല്ലാം ഫങ്ഷൻ ചെയ്യുക. ഇവരുടെ ധർമ്മം അതാണ്. നമ്മുടെ ജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് അവർ പാർലമെന്ററി സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുക, ഫങ്ഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് വിധത്തിലാണ് നമുക്ക് പറയാൻ സാധിക്കുക. ഒന്ന്, അറ്റ് ദ സെൻറ്റർ ഈസ് എ പാർലമെന്റ് സെൻറ്റർ, അഥവാ കേന്ദ്രത്തിൽ പാർലമെന്റ് ഉണ്ട്. കേന്ദ്ര സർക്കാരിൽ പാർലമെന്റ് ഉണ്ട്. സ്റ്റേറ്റിൽ അഥവാ സംസ്ഥാനങ്ങളിൽ നിയമസഭയുണ്ട്, ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് ഇംഗ്ലീഷ് പറയും. അപ്പോൾ ഇൻ ദ സ്റ്റേറ്റ്സിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതേപോലെ തന്നെ സെൻട്രൽ അഥവാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ സംസ്ഥാനങ്ങൾക്ക് ഓരോ നിയമസഭകളുണ്ടാവും. അപ്പോൾ നമ്മുടെ കേരളത്തിലെ നിയമസഭ അറിയില്ല, തിരുവനന്തപുരത്താണ്. പിന്നെ സെൻട്രൽ പാർലമെന്റ് ഒക്കെ വരുന്നത് ഡൽഹിയിലാണ്. എന്താണ് ഈ ഭരണഘടന? ഡോക്യുമെന്റ് കണ്ടെയ്നിങ് ബേസിക് ഐഡിയാസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് ലോസ് ഓഫ് എ കൺട്രി. ഇതാണ് ഒരു ഭരണഘടന. അഥവാ ഒരു രാജ്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള തത്വങ്ങളും ഐഡിയകളും
അതേപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളും അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റാണ് അവിടുത്തെ ഭരണഘടന ആ രാജ്യത്തെ. ദ ലോസ് ഓഫ് ഗവേണിംഗ് എ കൺട്രി ഒറിജിനേറ്റ് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. അഥവാ ഒരു രാജ്യത്തെ നിയമങ്ങളൊക്കെ ഉൾത്തിരിഞ്ഞു വരൽ ആ ഭരണഘടനയിൽ നിന്നാണ്. ഒരു രാജ്യത്തെ നിയമങ്ങളെല്ലാം ഉൾത്തിരിഞ്ഞു വരൽ ആ രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ്. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം, ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടന അത് തുടങ്ങിയത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്ന ഒരു അസംബ്ലിയുടെ ഫോർമേഷൻ മുഖേനയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമിംഗ് തുടങ്ങിയിട്ടുള്ളത്, സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ ആക്ടിംഗ് ചെയർമാനായി തെരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഹു വാസ് ദ ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ ഓഫ് ഇൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ആൻസർ, ഫസ്റ്റ് ആക്ടിംഗ് ചെയർമാൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. ഓക്കെ, ഫസ്റ്റ് മീറ്റിംഗ് നടന്നത് 9th December 1946 പിന്നെ രാജേന്ദ്ര പ്രസാദിനെ ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ലേറ്റർ ആയിട്ട്, അപ്പോൾ രണ്ടാമത്തെ ചെയർമാൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ രണ്ടാമത്തെ ചെയർമാനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹത്തിനെ ചെയർമാനായിട്ട് തെരഞ്ഞെടുത്തു. ആദ്യത്തെ ചെയർമാനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. പിന്നെ ഇറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കൺട്രി ടു എൻഷുർ ക്വാളിറ്റി പ്രൈമറി എഡ്യൂക്കേഷൻ, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ ഫോർ ആൾ ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്താണെന്ന് വെച്ചാൽ അത് റെസ്പോൺസിബിലിറ്റി ഓഫ് കൺട്രി ടു എൻഷുർ, അത് അവിടുത്തെ രാജ്യത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്. അഥവാ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളത്. ഫ്രീ ആയിരിക്കണം, അതേപോലെ തന്നെ നിർബന്ധിത എഡ്യൂക്കേഷനുമായിരിക്കണം. ആർക്കൊക്കെ? 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വരെ. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പറയാം സർവശിക്ഷ അഭിയാൻ. കേരളത്തിലെ ഒരു ഉദാഹരണമാണ് സർവശിക്ഷ അഭിയാൻ. അത് ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എക്സാമ്പിൾ ഫോർ കേരള ഈസ് സർവശിക്ഷ അഭിയാൻ. ഓക്കെ, നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, മൗലിക തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് ആൻഡ് എവറി സിറ്റിസൺ ടുവാർഡ്സ് ദ നേഷൻ. അഥവാ നമുക്ക് മൗലിക അവകാശങ്ങളുള്ള പോലെ തന്നെ നമുക്ക് മൗലിക തത്വങ്ങളുമുണ്ട്. എന്തൊക്കെയാണ് മൗലിക കടമകൾ? അത് നമ്മുടെ നേഷന് വേണ്ടിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടികളാണ്. എന്ത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻസിസ്റ്റ് ദാറ്റ് സിറ്റിസൺ ഷുഡ് റെസ്പെക്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോരുത്തരും അവരുടെ ഭരണഘടനയെ ബഹുമാനിക്കണം, ആദരിക്കണം. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെ ആദരിക്കണം. അതേപോലെ തന്നെ പ്രൊട്ടക്ട് എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പ്രിസർവ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ്, അഥവാ നമ്മുടെ സാംസ്കാരികവും നമ്മുടെ പൈതൃകവുമായ തനിമകളെ നിലനിർത്തി സംരക്ഷിച്ചു പോരണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെ കുറച്ച് ഉദാഹരണങ്ങളാക്കി പറയാൻ പറ്റുക. നെക്സ്റ്റ് ഫീച്ചറാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതെന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഡയറക്ഷൻസ് ഫോർ ദ പോളിസി മേക്കേഴ്സ് ആൻഡ് റൂളേഴ്സ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ്. അഥവാ നമ്മൾ പോളിസി ഉണ്ടാക്കുക, നമ്മൾ കുറേ പോളിസികളൊക്കെ കേട്ടിട്ടുണ്ടാവും. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പോളിസി പാസ്സാക്കി. അതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ പോളിസി ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും. അവർക്കുള്ള ഓരോ ഡയറക്ഷൻസ് ആണ്, നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണം, നിങ്ങൾ പോളിസി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മേക്ക് ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം? വെൽഫെയർ ഓഫ് പീപ്പിളും നോക്കണം, ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അതേപോലെ തന്നെ ആ സ്റ്റേറ്റിൻ്റെ, ആ സംസ്ഥാനത്തിൻ്റെ ഒരു ഉന്നമനവും അതേപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമവും നോക്കണം. ആർക്കും കോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, അഥവാ അതിനെ എൻഫോഴ്സ് ചെയ്യാൻ ആർക്കും ഒരു കോർട്ടിനെയും അപ്രോച്ച് ചെയ്യാൻ സാധിക്കില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതൊരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം ചിലപ്പോൾ. നോൺ ക്യാൻ അപ്രോച്ച് ദ കോർട്ട്, അഥവാ ഈസ് എനിബഡി ക്യാൻ അപ്രോച്ച് കോർട്ട് ടു എൻഫോഴ്സ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് ചോദിച്ചാൽ നോൺ ക്യാൻ അപ്രോച്ച്, ആർക്കും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല കോടതിയെ. ഇനി അടുത്തത് ഏറ്റവും മുഖ്യമായൊരു പ്രത്യേകതയാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ള, അത് റൂൾ ഓഫ് ലോ എന്ന് പറയും. അഥവാ ആൾ ആർ ഈക്വൽ ബിഫോർ ലോ, എല്ലാവരും തുല്യരാണ് നിയമത്തിന് മുമ്പിൽ, ആരും മുകളിലല്ല നിയമത്തിൻ്റെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ പറയുന്നുണ്ട് നോബഡി ഈസ് എബവ് ദ ലോ ആൻഡ് ദാറ്റ് ആൾ ആർ സബ്ജക്റ്റ് ടു ലോ. നോബഡി എബവ് ദ ലോ, ആരും നിയമത്തിന് മുകളിലല്ല. ദാറ്റ് ആൾ ആർ സബ്ജക്റ്റ് ടു ലോ, എല്ലാവരും നിയമത്തിന് വിധേയരാകും. ഏത് രാജാവ് പോലെ ആണെങ്കിലും ഇന്ത്യൻ രാജ്യത്ത്, അതോ ഇന്ത്യൻ ഭരണഘടനയിൽ അനുശാസിക്കുന്ന പോലെ ആരായാലും നിയമത്തിന് വിധേയരാകും.
ഓക്കെ, അത് ബോറോ ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബോറോ ബാഗ് എന്നൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. കുറേ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പല കാര്യങ്ങളും കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കടമെടുത്തിട്ടുള്ളത് റൂൾ ഓഫ് ലോ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ദ റൂൾ ഓഫ് ലോ ഈസ് ബോറോഡ് ഫ്രം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രം ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഫെഡറൽ സിസ്റ്റമാണ്. ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റ് ഓഫ് മോർ ദാൻ ഓൺ ഗവൺമെന്റ് ഇൻ എ സ്റ്റേറ്റ്, അഥവാ ഒരു രാജ്യത്ത് ഒന്നിൽ കൂടുതൽ ഗവൺമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫെഡറൽ സിസ്റ്റം. അതിനൊരു ഉദാഹരണമാണ് ഫുഡ് സെക്യൂരിറ്റി ബിൽ. ഫുഡ് സെക്യൂരിറ്റി ബില്ല് പാസ്സാക്കിയത് കേന്ദ്ര സർക്കാരാണ്. അത് പക്ഷേ സംസ്ഥാന സർക്കാരിനും ബാധകമാണ്. എന്തെന്ന് വെച്ചാൽ ഫെഡറൽ കൺട്രി ആയതുകൊണ്ട്. ഓക്കെ, പാസ്ഡ് ബൈ 2030. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഫുഡ് സെക്യൂരിറ്റി ബില്ല് എന്നാണ് പാസ് ചെയ്തതെന്നുള്ളത്. 2030 ഫുഡ് സെക്യൂരിറ്റി ബില്ല് പാസ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, ഫുഡ് സെക്യൂരിറ്റി ബിൽ പാസ്ഡ് ബൈ, അപ്പോൾ ആൻസർ ഈസ് 2030. ഓക്കെ, ദ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഓഫ് ഇൻ ഇന്ത്യ ഷെയർസ് പവർ വിത്ത് ദ സെൻട്രൽ, സ്റ്റേറ്റ് ആൻഡ് ലോക്കൽ ഗവൺമെൻറ്. അപ്പോൾ ഇന്ത്യൻ്റെ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആരുടെയൊക്കെ കൂടെയാണ് പവർ ഷെയർ ചെയ്യുന്നത്? സെൻട്രലുണ്ട്, കേന്ദ്രമുണ്ട്, സംസ്ഥാനമുണ്ട്, ലോക്കൽ ബോഡി, ലോക്കൽ ഗവൺമെൻറ്റ്സ് ഉണ്ട്, പ്രാദേശിക ഗവൺമെൻറ്റ്സും സംസ്ഥാന ഗവൺമെൻറ്റ്സ്, കേന്ദ്ര ഗവൺമെൻറ്റ്സ്, ഇതൊക്കെ ഫോം ചെയ്തിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റം, ഫെഡറൽ ഗവൺമെൻറ് ആണ് ഇന്ത്യക്കുള്ളത്. എക്സിസ്റ്റൻസ് ഓഫ് മോർ ദാൻ ഓൺ ഗവൺമെൻറ് കണ്ടില്ല, 3 ആയി. ഓക്കെ, ഇഫ് ആൾ ദ പവർ ഈസ് വെസ്റ്റഡ് ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ഇറ്റ് ഈസ് നോൺ ആസ് ദ യൂണിറ്ററി സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് കിട്ടി, ഓപ്പോസിറ്റ് കിട്ടിയില്ലേ? എന്താണ് ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഓപ്പോസിറ്റ്? എന്താണ്? യൂണിറ്ററി സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം? ഓക്കെ, അപ്പോൾ അത് എല്ലാ പവറും ഒറ്റ ഗവൺമെൻറ്റിൽ, സെൻട്രൽ ഗവൺമെൻറ്റിൽ മാത്രം വെസ്റ്റ് ചെയ്താൽ, അഥവാ സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രം എല്ലാ പവറും, ഇപ്പോൾ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് ഇല്ല എന്ന് വിചാരിക്കുക, എല്ലാ പവറും സെൻട്രൽ ഗവൺമെൻറ് മാത്രമുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്ററി സിസ്റ്റം. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ഫെഡറൽ സിസ്റ്റമാണ് നിലവിലുള്ളത്. ഓക്കെ, ഇനി റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെന്ന് വെച്ചാൽ ലിഖിത ഭരണഘടന എന്ന് മലയാളത്തിൽ പറയും, എഴുതപ്പെട്ട ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് വേൾഡ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ വിച്ച് ഈസ് ദ വേൾഡ്സ് ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉത്തരം പറയുക. നമുക്ക് ലിഖിത ഭരണഘടനയും അലിഖിത ഭരണഘടനയും നോക്കാം. ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് സിമ്പിളാണ്, അലിഖിത ഭരണഘടന പഠിച്ചാൽ മതി. ഓക്കെ, ബ്രിട്ടൻ, ഇസ്രായേൽ, അതേപോലെ തന്നെ ന്യൂസിലാൻഡ്, ഈ 3 രാജ്യങ്ങൾക്കാണ് അലിഖിത ഭരണഘടനകളുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെ? അലിഖിത ഭരണഘടന പെടാത്ത രാജ്യം ഏതെന്ന് ചോദിക്കും, എന്നിട്ട് ഇന്ത്യ തരും. അപ്പോൾ ഇന്ത്യൻ്റെ ലിഖിത ഭരണഘടനയാണല്ലോ, അല്ലെങ്കിൽ USA തരും. അപ്പോൾ USA ലിഖിത ഭരണഘടനയാണല്ലോ, അപ്പോൾ അത് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണം, അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കും, എങ്ങനെ? ഇതിൽ ലിഖിതമായിട്ടുള്ള ഭരണഘടന തിരഞ്ഞെടുക്കാൻ ചോദിച്ചിട്ട് ഈ 3 ഓപ്ഷൻസ് തന്നിട്ട് USA, ഇന്ത്യ, ഫ്രാൻസ് ഇതൊക്കെ തരും. അപ്പോൾ അതിൽ ഫ്രാൻസിനെ തിരഞ്ഞെടുക്കാം, USAനെ തിരഞ്ഞെടുക്കാം, ഇന്ത്യനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഈ അലിഖിതമായ ഭരണഘടന ഇതൊക്കെ ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ്. ലിഖിതമായതോ ഇന്ത്യ, USA, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, എഴുതപ്പെട്ട ഭരണഘടനയും എഴുതപ്പെടാത്ത ഭരണഘടനയും. ഇന്ത്യക്കുള്ള വേറെ പ്രത്യേകതയാണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ന് പറയുന്നത്, അഥവാ ആരെയും ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു നീതിന്യായ വ്യവസ്ഥ. അത് എന്തിനൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ്? ഇതിൽ നിന്നൊക്കെ ലെജിസ്ലേച്ചറിൽ നിന്നും എക്സിക്യൂട്ടീവ് നിന്നും, നിയമനിർമ്മാണത്തിൽ നിന്നും അതേപോലെ നീതി നിർവഹണത്തിൽ നിന്നും ഒക്കെ എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ഡിപ്പെൻഡൻസും ഇല്ല, ആരെയും ആശ്രയിക്കുന്നൊന്നുമില്ല. അങ്ങനത്തെ ഒരു ജുഡീഷ്യറിയാണ്, നീതിന്യായ വ്യവസ്ഥയാണ്. ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് കോർട്ട്സ് ആണ്, കോടതികളാണ്. അപ്പോൾ യുണീക്ക് ഫീച്ചറാണ്, ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ യുണീക്ക് ഫീച്ചറാണ് എന്ത്? അതിന് മാത്രമുള്ളൊരു ഫീച്ചറാണ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. ഓക്കെ, സുപ്രീം കോർട്ട് ഉണ്ട്, ഹൈക്കോർട്ട് ഉണ്ട്. അപ്പോൾ കുറേ കോടതികൾ നമുക്കറിയാം. ഏറ്റവും മുകളിലുള്ളത് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ടാണ് അതിന് താഴെ, പിന്നെ ഡിസ്ട്രിക്ട് കോർട്ട്, പിന്നെ സബ് കോർട്ട് വരും. സബ് കോർട്ടിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, മുനിസിപ്പൽ കോർട്ട് ആൻഡ് മജിസ്ട്രേറ്റ്. എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളത് ഈ സിവിൽ മാറ്റേഴ്സ് ഏതിലാണ് ചെയ്യാന്നാണ്. സിവിൽ മാറ്റേഴ്സ് കേസുകളൊക്കെ ഏതിലാണ്, ഏത് കോടതിയിലാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ മുനിസിപ്പൽ കോർട്ടാണ് ഉത്തരം. അല്ലെങ്കിൽ ക്രിമിനൽ കേസുകൾ ഏതാണെന്ന് ചോദിച്ചാൽ മജിസ്ട്രേറ്റ് കോർട്ട് എന്ന് പറയാം. ആഭ്യന്തര കാര്യങ്ങളൊക്കെ മുനിസിപ്പൽ കോടതിയിലും ക്രിമിനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മജിസ്ട്രേറ്റ് കോടതിയിലുമാണ് ഉണ്ടാകുക. ഇനി എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ?
കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി എന്ന് മലയാളത്തിൽ പറയാം. അഡീഷൻസ് ആൻഡ് ഡിലീഷൻസ് മേഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഒന്നെങ്കിൽ അഡീഷൻ ആയിരിക്കും, കോൺസ്റ്റിറ്റ്യൂഷൻ അഡീഷൻ ആയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ആർട്ടിക്കിൾ ഭരണഘടനയിൽ എന്തെങ്കിലും പര്യാപ്തമല്ലെങ്കിൽ, ആർക്കെങ്കിലും പര്യാപ്തമല്ലെങ്കിൽ നമ്മൾ അതിനെ അഡീഷൻ ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യും. അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് ഡിലീറ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു അമെൻമെൻറ്റ്. ഇപ്പോൾ അമെൻമെൻറ്റൊക്കെ പാസ്സാക്കൽ ലോക്സഭ രാജ്യസഭ കൂടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ അറിയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ഭേദഗതി. ബുക്കിൽ കൊടുത്തിട്ടുള്ള 2 ഭരണഘടനാ ഭേദഗതികളാണ് ഉള്ളത്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അഥവാ ആദ്യം നമ്മൾ പറഞ്ഞു റൈറ്റ് ടു എഡ്യൂക്കേഷൻ 21st A-ലാണുള്ളത്. അത് ആദ്യം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ലായിരുന്നു, പിന്നെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് ആയത്. അതെങ്ങനെയാണ്? അമെൻമെൻറ്റോടെയാണ്, ഭേദഗതിയോടെയാണ്. 2002 ഒരു ഭേദഗതി, അഥവാ 2002 ഭേദഗതി മുഖേനയാണ് ഒരു ഫണ്ടമെൻ്റൽ മൗലികാവകാശമായി മാറിയത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പോൾ എന്നാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെൻ്റൽ റൈറ്റായി മാറിയത് എന്നൊരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയണം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബിക്കം എ ഫണ്ടമെൻ്റൽ റൈറ്റ് ഇൻ 2022, അഥവാ 2022 അല്ല 2002. ഓക്കെ, 2002 റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി മാറിയത്. ഓക്കെ അല്ലേ? അഥവാ 2002 എന്തായത്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു മൗലിക അവകാശമായത്. ഇനി റൈറ്റ് ടു പ്രോപ്പർട്ടി ആദ്യം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു. ഓക്കെ, ആദ്യം ഒരു മൗലികാവകാശമായിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി, അഥവാ സ്ഥലാവകാശം എന്ന് പറയും. അത് ആദ്യം ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു, പിന്നെ അതിനെ ഡിലീറ്റ് ചെയ്തു. ഫണ്ടമെൻ്റൽ റൈറ്റിൽ നിന്ന് എടുത്തു കളഞ്ഞു. എത്രാമത്തെ അമെൻമെൻറ്റിൽ? 44th അമെൻമെൻറ്റിൽ. ഓക്കെ, 44th അമെൻമെൻറ്റിലാണ്. അപ്പോൾ ഇതിങ്ങനെ ചോദിക്കും, റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് അമെൻമെൻറ്റഡ് ഇൻ 44th അമെൻമെൻറ്റ്, ഓക്കെ, അല്ലെങ്കിൽ ഡിലീറ്റഡ് ഇൻ ഒക്കെ പറഞ്ഞാൽ ചോദിക്കും. അതിങ്ങനെ ഇടയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് 44th അമെൻമെൻറ്റ്. അതേപോലെ തന്നെ 2002 റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അതും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. ഇതൊക്കെയാണ് ഇത് 7ാം ക്ലാസ്സിലെ പാഠം അനുബന്ധിച്ചുണ്ടാക്കിയൊരു വീഡിയോ ആണ്. ആ പാഠത്തിലെ ഷോർട്ട് നോട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടാക്കി ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതായിരിക്കും, ഇതിൽ നിന്ന് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക് യു.